വലിയ കൊട്ടിഘോഷിച്ചാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥനെ ഞങ്ങൾ ഐക്യത്തോടു കൂടി പ്രഖ്യാപിച്ചു എന്നാണ് കുറച്ച് മാധ്യമങ്ങളെല്ലാം സെറ്റ് ചെയ്ത് UDF-കാർ നമ്മുടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നമ്മുടെ മുന്നിലെല്ലാം മേനി നടിച്ചിരുന്നത്. ഇപ്പോൾ എന്ത് വേണം? അവിടെ റിബൽ, അതും UDF-ലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് കവടിയാറിൽ ഇപ്പോൾ ശബരിനാഥനെതിരെ മത്സരിക്കാനായിട്ട് റിബൽ സ്ഥാനാർത്ഥിയായിട്ട് ഈ കാണുന്ന ജോസഫ് അലക്സാണ്ടർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാവാണ്. അദ്ദേഹം തന്നെ ശബരിനാഥനെതിരെ ഒരു മേയർ കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ ആ UDF-നുള്ളിൽ ഐക്യം നോക്കണേ, എന്തൊരു കെട്ടുറപ്പുള്ള മുന്നണിയാണ്. ഈ അടുത്ത ദിവസം CPI-യുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ വല്ലാത്ത സ്റ്റഡി ക്ലാസ് എടുത്തവരാണ്. ഇപ്പോൾ കണ്ടില്ലേ, മുന്നണി മര്യാദകളെല്ലാം പാലിക്കുന്നവർ, മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികൾക്ക് എന്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 32 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അതും പോരാഞ്ഞിട്ടാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ശബരിനാഥൻ. നേരത്തെ MLA ആയിരുന്നു, അരുവിക്കര മത്സരിച്ച വ്യക്തിയെ ഇക്കുറി നഗരസഭയിൽ എന്ത് വില കൊടുത്ത് ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരികയാണ്, നഗരസഭയിൽ വലിയ നേട്ടമുണ്ടാക്കുക, തലസ്ഥാന നഗരസഭ പിടിച്ചാലേ നിയമസഭയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്ക് കെട്ടുറപ്പോടുകൂടി UDF മുന്നണി ഇറങ്ങിയതിനു ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ വാക്കുകൾ കൊണ്ടുള്ള തള്ളിനപ്പുറം എന്താണ് UDF എന്ന മുന്നണിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഈ കവടിയാറിൽ മേയർ സ്ഥാനാർത്ഥിക്കെതിരെ പോലും സ്വന്തം മുന്നണിയിൽ നിന്ന് റിബൽ സ്ഥാനാർത്ഥി വരുന്നുണ്ടെങ്കിൽ അവർ അത് സെപ്പറേറ്റ് മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ UDF തന്നെ എത്ര ശിഥിലമായിരിക്കുന്നു നോക്കിയേ.